കോൺഗ്രസ് ആണ് ഈ റെയ്ഡിന് പിന്നിലെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സതീശനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് റെയ്ഡ് എന്നാണ് CPMന്റെ നേതാക്കൾ പറയുന്നത്. കെ രാഗേഷിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു VD സതീശനും VD സവർക്കറും ഒക്കെ ഒരാളാണെന്നാണ് രീതിയിലാണ് പറയുന്നത്, കെ രാഗേഷ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിനോട് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കപ്പ് ചായ എടുക്കട്ടെ പരിഹാസമാണ് പുറപ്പെടുവിച്ചത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിച്ചതിനെ കുറിച്ച്, ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല, കേന്ദ്ര ഏജൻസിയാണ് നടത്തുന്നത് ഈ റെയ്ഡ് നടത്തിയതിന് പിന്നിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇഡിക്ക് വീണ വിജയന്റെ കേസിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നാം ചർച്ച ആരംഭിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെതിരെ ED കേസ് എടുക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ വരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. കുറച്ച് നാളുകളോളം അദ്ദേഹം കേരളത്തിന്റെ കാവൽ മുഖ്യമന്ത്രിയായിരുന്നു. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ റെസിഡൻസ് റെയ്ഡ് ചെയ്യുന്നത്. ഇതൊരു പേഴ്സണലി ഞാൻ കരുതുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ അഴിമതി എന്ന് പറഞ്ഞത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അഴിമതി പലതരത്തിൽ അഴിമതി നടക്കാറുണ്ട്. പ്രതിപക്ഷത്തുള്ള ആളുകൾ അഴിമതി നടത്താറുണ്ട്, BJP-ക്കാർ നടത്താറുണ്ട്, ഭരണപക്ഷത്തുള്ള ആളുകൾ നടത്താറുണ്ട്, ഏത് ഭരണവിഭാഗത്തിൽപ്പെട്ട ആളുകളും അഴിമതി നടത്താറുണ്ട്. പക്ഷേ അഴിമതി എന്ന് പറയുന്നത് തുടച്ചു നീക്കാനായിട്ട് ഈ സിസ്റ്റത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനെതിരെ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് അഴിമതി ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടൂളാണ്. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.